ഹലോ ഫ്രണ്ട്സ്, ക്ലോത്തിൽ എങ്ങനെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യണമെന്ന് നോക്കാമേ. ഡിസൈൻ ചെയ്യേണ്ട ക്ലോത്ത് ആദ്യം നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ചുടുകളൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം ഏത് ഡിസൈനാണോ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്തെടുക്കാം. ഈസിയാണേ. ശേഷം നമ്മൾ അതിനനുസൃതമായ കളറുകളെല്ലാം എടുത്തതിന് ശേഷം കളർ ചെയ്യാൻ തുടങ്ങാം. കളർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി വെള്ളമോ മറ്റ് ഒരു ഡൈല്യൂഷനും ചേർക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പം ഈ കളറ് ക്ലോത്തിൽ നിന്ന് ഇളകില്ല, ലോങ് ലാസ്റ്റ് ചെയ്യും. കളറിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 2 ദിവസമൊക്കെ ഡ്രൈ ആകാൻ വെക്കുന്നതായിരിക്കും നല്ലത്. ഒന്നി സൺലൈറ്റിൽ വെച്ച് ട്രൈ ചെയ്യാം. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഏതെങ്കിലും ഡ്രയർ യൂസ് ചെയ്ത് ട്രൈ ചെയ്തെടുക്കാമേ. ഇത് ട്രൈ ചെയ്ത് എത്രത്തോളം ഡ്രൈ ആവുന്നോ അത്രത്തോളം നമ്മുടെ ഡ്രസ്സിൽ ഈ പെയിൻറ്റിങ് ലോങ് ലാസ്റ്റ് ചെയ്യും. അത് ഫുള്ള് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ചൂട് കുറച്ചിട്ടേ അയൺ ചെയ്യാമുള്ളേ. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്താൽ പോലും എത്ര വട്ടം വേണമെങ്കിലും വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും കളർ ഇളകില്ല.